Hi dear students, sensors and transducer unit 3 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ പ്രഷേഴ്സ് ട്രാൻസ്ഡ്യൂസറും അതിൻ്റെ മാനോമീറ്റർ എന്താണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നു. ആ വീഡിയോ ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ മുകളിൽ ലിങ്കിൽ പോയിട്ട് അതൊന്ന് കാണാം. ഓക്കെ, സോ ഇന്ന് നമ്മൾ യൂണിറ്റ് 3 ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ലെവൽ ട്രാൻസ്ഡ്യൂസർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ലെവൽ ട്രാൻസ്ഡ്യൂസറും അതിൻ്റെ ഡിഫറെൻറ്റ് കൈൻഡ്സും അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സും ആണ് നമ്മളിന്ന് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ പേര് തന്നെ ഉണ്ട് ലെവൽ അല്ലേ. സോ ലെവൽ അളക്കാനുള്ളതാണ്, അതായത് എന്തിൻ്റെ ലെവലാണ്, ലിക്വിഡിൻ്റെ ഒക്കെ ലെവൽ അളക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് സെൻസർ അല്ലെങ്കിൽ ട്രാൻസ്ഡ്യൂസർ ആണ് എന്ത് ലെവൽ ട്രാൻസ്ഡ്യൂസർ നമ്മൾ സാധാരണ പറയുന്നത്. ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത് നിങ്ങളെല്ലാവർക്കും സുപരിചിതമായിട്ടുണ്ടാവുന്നത് നിങ്ങളെ വെഹിക്കിൾസിൻ്റെ ഒക്കെ ഫ്യൂവൽ ഇൻഡിക്കേറ്റിംഗ് ഗേജില്ലേ, ഫ്യൂവൽ ഗേജ് ഉണ്ടാവും. അതായത് ഡീസൽ ഓർ പെട്രോൾ എത്ര ഉണ്ട് കാണിക്കുന്ന ആ മീറ്റർ, അത് ഒരു ലെവൽ ട്രാൻസ്ഡ്യൂസറിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള. സോ അത് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ടാങ്കിൽ, അതായത് പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ടാങ്കിൽ എത്ര ലിറ്റർ പെട്രോൾ ഉണ്ട് അല്ലേ, എത്ര അളവുണ്ട് എന്നുള്ളതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ നമുക്ക് അനലോഗോ ഡിജിറ്റൽ ഫോമിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, കാണിച്ചു തരുന്ന ഒരു മീറ്റർ ഉണ്ട്. അതാണ് നിങ്ങൾ വാഹനങ്ങളിലൊക്കെ കാണുന്ന ഫ്യൂവൽ ഗേജ് ഇൻഡിക്കേറ്റർ. അതൊരു ലെവൽ ട്രാൻസ്ഡ്യൂസറിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. അവിടെ നമ്മൾ ഡീസൽ ഓർ പെട്രോളിൻ്റെ ലെവലാണ് അവിടെ ഫ്യൂവലിൻ്റെ ലെവൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കുക ചെയ്യുന്നത്. ഓക്കെ, സോ ഇങ്ങനത്തെ കുറേ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ഉണ്ട്, ഡിഫറെൻറ്റ് ടൈപ്പ് ഉണ്ട്, ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻസിനനുസരിച്ച് ഡിഫറെൻറ്റ് ടൈപ്പിലുണ്ട്. ഇത് നമ്മൾക്ക് ഒരുപാട് ഏരിയാസിൽ ഉപകാരപ്പെടും. ഒന്ന് വെഹിക്കിൾസിലെ ലെവലിൽ അളക്കാനുള്ളത്, അതേപോലെ ഏതെങ്കിലും വലിയ മാനുഫാക്ചറിങ് കമ്പനീസിലൊക്കെ അവരെ കെമിക്കൽസിൻ്റെ ഒക്കെ അളവ് എത്രയുണ്ട് എന്നുള്ള വലിയ വലിയ കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുള്ള കെമിക്കൽസിൻ്റെ അളവ് അളക്കണം. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് സെൻസറാണ് എന്ത് ലെവൽ സെൻസർ എന്ന് അല്ലെങ്കിൽ ലെവൽ ട്രാൻസ്ഡ്യൂസർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡിഫറെൻറ്റ് ടൈപ്പും കാറ്റഗറിയും ഒക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ എ ലെവൽ ട്രാൻസ്ഡ്യൂസർ ഈസ് എൻ ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസ് ആൻ ഇലക്ട്രിക് സിഗ്നൽ വിത്ത് റെസ്പെക്ട് ടു എ ലിക്വിഡ് ലെവൽ. സോ ഒരു ലിക്വിഡ് ലെവലിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഇലക്ട്രിക് സിഗ്നൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് യൂസർക്ക് എത്രയുണ്ട് അതിൽ അളവ് നമുക്ക് മനസ്സിലാക്കി തരിക അല്ലേ. അതാണ് മെയിൻ ആയിട്ട് ഇതിൻ്റെ ഒരു മെയിൻ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, ലിക്വിഡ് ലെവൽ അളന്നിട്ട് അത് നമുക്ക് ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കിയിട്ട് മാറ്റി നമുക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കൺവേർട്ട് ചെയ്ത് തരും. ഓക്കെ, സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മോണിറ്റർ, കൺട്രോൾ ആൻഡ് മെഷർ ദ ലെവൽ ഓഫ് സബ്സ്റ്റൻസ്. അതായത് നമ്മുടെ ഒരു ഉദാഹരണങ്ങളെ വാഹനങ്ങൾ ഫ്യൂവൽ ഗേജ് അല്ലേ, അതെന്തിനൊക്കെ പറ്റും, അത് നിങ്ങൾക്ക് നിങ്ങളെ ഡീസൽ അല്ലെങ്കിൽ നിങ്ങളെ വെഹിക്കിളിൽ എത്ര ഫ്യൂവൽ ഉണ്ട് എന്നുള്ളത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു മോണിറ്ററിംഗ് ഒക്കെ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റും അല്ലേ. അതേപോലെ ചില കേസുകൾ ഇപ്പം ഓട്ടോമാറ്റിക് മോട്ടോറുകൾ ഉണ്ടാവും അല്ലെ, വാട്ടർ ഈ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറുകൾ ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്നുണ്ടാവും. അവിടെ ഈ ലെവൽ നോക്കിയിട്ട് ടാങ്കിൽ നമ്മളെ വാട്ടറിൻ്റെ ലെവൽ നോക്കിയിട്ട് അത് എന്ത് ചെയ്യും, ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ പർട്ടിക്കുലർ ലെവലിൽ കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കായിട്ട് മോട്ടോർ ഓൺ ആണ്, സജ്ജീകരണങ്ങളൊക്കെ ഉണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആണ്. അതാണ് കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞത്. അതേപോലെ മെഷറിനിൽ എത്ര ക്വാണ്ടിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്ത് തരും, ലിക്വിഡിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് അളന്നു തരാൻ പറ്റും. ഇതൊക്കെ ഇതിൻ്റെ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. ഒരു ലെവൽ ട്രാൻസ്ഡ്യൂസറെ മെയിൻ ഡ്യൂട്ടീസ് ആയിട്ട് പറഞ്ഞത് ഇതൊക്കെയാണ്. സോ ലെവൽ ട്രാൻസ്ഡ്യൂസർ ആർ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ഫോളോയിങ് മെഷർമെന്റ് മെത്തേഡ്. രണ്ട് കാറ്റഗറി ആയിട്ടുള്ള രണ്ട് ടൈപ്പിൽ നമുക്ക് ഇതിനെ തിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് ലെവൽ മെഷർമെന്റ്. ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലിക്വിഡിന്റെ ലെവൽ നേരിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് എന്താക്കും, ഇലക്ട്രിക്കൽ സിഗ്നലാക്കിയിട്ട് തരികയാണെങ്കിൽ അതിന് ഡയറക്റ്റ് ലെവൽ മെഷർമെന്റ് എന്ന് പറയും. ഇൻഡയറക്റ്റ് ലെവൽ മെഷർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിക്വിഡിന്റെ ലെവൽ അത് എന്ത് ചെയ്യും, ആദ്യം ഡിസ്പ്ലേസ്മെന്റ് ആക്കി കൺവേർട്ട് ചെയ്യും. എന്നിട്ട് ആ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലൊക്കെ ആക്കിയിട്ട് നമുക്ക് കാണിച്ചു തരും. അങ്ങനെയാണെങ്കിൽ അതിന് ഇൻഡയറക്റ്റ് ലെവൽ മെഷർമെന്റ് എന്ന് പറയും. സോ ഇങ്ങനെ രണ്ട് രീതിയിൽ നമ്മൾ മെഷർമെന്റ് മെക്കാനിസം ഉപയോഗിക്കുന്ന ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഈ രണ്ടാമത്തെ വേറൊരു ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് കണ്ടിന്യൂസ് ആൻഡ് ഡിസ്ക്രീറ്റ് ലെവൽ മെഷർമെന്റ്. ആ പേരിന് തന്നെ ഏകദേശം ക്ലിയർ ആണ് അല്ലേ. കണ്ടിന്യൂസ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ലെവൽ അളക്കുന്നതാണ്, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പെർട്ടിക്കുലർ പോയിന്റുകളിലുള്ള നമ്മൾ എന്ത് ചെയ്യാണ് ലെവൽ നമുക്ക് മെഷർ ചെയ്ത് തരുന്നതിനാണ് ഡിസ്ക്രീറ്റ് ലെവൽ മെഷർമെന്റ് പറയുന്നത്. ഈ രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. സോ ആദ്യം ഇവിടെ ഇൻ ഡയറക്റ്റ് മെത്തേഡ് ഓഫ് മെഷർമെന്റ് ദ ലിക്വിഡ് ലെവൽ ഈസ് കൺവേർട്ടഡ് ഡയറക്ട്ലി ഇൻ ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. ദിസ് ക്യാൻ ബി ഡൺ വിത്ത് ദ ഹെൽപ്പ് ഓഫ് സം ഇൻഡിക്കേറ്റേഴ്സ്. സോ നമുക്ക് ലിക്വിഡ് ലെവൽ ഡയറക്റ്റ് ആയിട്ട് എന്തായി കൺവേർട്ട് ചെയ്യാൻ പറ്റും, ഒരു ഇലക്ട്രിക്കൽ സിഗ്നൽ ആയിട്ട് കൺവേർട്ട് ചെയ്ത് തരുന്നുണ്ട് ഇവിടെ. ഓക്കെ, രണ്ടാമത്തത് ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ലെവൽ ഈസ് ഫസ്റ്റ് കൺവേർട്ടഡ് ടു ഡിസ്പ്ലേസ്മെന്റ് ആൻഡ് ദിസ് ഡിസ്പ്ലേസ്മെന്റ് ഈസ് ദെൻ കൺവേർട്ടഡ് ടു ഇലക്ട്രിക്കൽ സിഗ്നൽ. സോ അവിടെ ഒരു രണ്ട് സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് ഈ ലെവൽ അല്ലെങ്കിൽ എത്ര ലിക്വിഡ് ലെവൽ നമുക്ക് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത്. അതുകൊണ്ടാണ് അതിനെ ഇൻഡയറക്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. ആദ്യം ഡിസ്പ്ലേസ്മെന്റ് ആക്കും, എന്നിട്ട് ആ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഇലക്ട്രിക്കൽ സിഗ്നൽ ആക്കി മാറ്റണം. ഓക്കെ,
സോ ഇനി നമ്മൾ മെയിനായി ഡിസ്കസ് ചെയ്യുന്നത് കാറ്റഗറി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ലെവൽ ട്രാൻസ്ഡ്യൂസർ ആണ് ഈ മൊഡ്യൂളിൽ മെയിനായി ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് നമ്മൾ സിലബസിൽ കൂടുതൽ ഫോക്കസ് ചെയ്ത ഏരിയ. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലെവൽ കണ്ടിന്യൂസ് ലെവൽ ട്രാൻസ്ഡ്യൂസർ എന്താണെന്നുള്ളതും അതിൻ്റെ ബേസിക് വർക്കും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പറയുന്നുള്ളൂ. ഓക്കെ, സോ കണ്ടിന്യൂസ് ലെവൽ ട്രാൻസ്ഡ്യൂസർ മെഷർ ദ എക്സാക്ട് പൊസിഷൻ ഓഫ് ലിക്വിഡ് ലെവൽ. അതായത് ഒരു കണ്ടിന്യൂസ് ലെവൽ ട്രാൻസ്ഡ്യൂസറിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ലിക്വിഡിൻ്റെ എക്സാക്ട് ലെവൽ എത്രയാണെന്ന് കിട്ടും. അതായത് നിങ്ങളുടെ ഫ്യൂൽ ഗേജ്, അതായത് വാഹനങ്ങളിലെ ഫ്യൂൽ ഗേജ് ഒക്കെ ഏകദേശം എന്താണ് ഒരു കണ്ടിന്യൂസ് ലെവൽ ട്രാൻസ്ഡ്യൂസർ അല്ലെ. അതിൽ ആ മീറ്റർ ഓരോ നിങ്ങളെ ഡീസൽ അല്ലെങ്കിൽ പെട്രോൾ കുറയുന്നതിനനുസരിച്ച് ഫ്യൂൽ കുറയുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൻ്റെ ലെവൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിച്ചിരുന്നുണ്ട് അല്ലേ. അതായത് എക്സാക്ട്ലി എത്രയാണ് നിങ്ങളുടെ ലിക്വിഡ് ലെവൽ എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആണ് എന്ത്, കണ്ടിന്യൂസ് ലെവൽ ട്രാൻസ്ഡ്യൂസർ. അവിടെ എക്സാക്ട് പൊസിഷൻ നമുക്ക് എന്ത് കിട്ടും, ലിക്വിഡ് ലെവലിൻ്റെ പൊസിഷൻ നമുക്ക് കറക്റ്റ് ആയിട്ട് അവിടെ മെഷർ ചെയ്യാൻ പറ്റും. അതേ സമയത്ത് നേരത്തെ പറഞ്ഞ ഡിസ്ക്രീറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യുള്ളൂ, സോ എബോവ് ദിസ് ലൈൻ അല്ലെങ്കിൽ ഒരു 2-3 ലൈൻ നമ്മളിടും. അതായത് എം ടി, ഹാഫ്, ഫുൾ, ഈ രണ്ട്, അതായത് ഹാഫിന് മേലെ ആണെങ്കിൽ ഹാഫ്, ഹാഫിന് താഴെ ആണെങ്കിൽ ഹാഫിന് താഴെ, അങ്ങനെ മാത്രം കാണിക്കുന്ന ടൈപ്പ് ഓഫ് മെഷർമെന്റ് ആണെങ്കിൽ അതിന് ഡിസ്ക്രീറ്റ് എന്ന് പറയും. അപ്പം കണ്ടിന്യൂസ്ലി നമുക്ക് എന്ത് കിട്ടും, കറക്റ്റായിട്ട് ഇത്ര എമൗണ്ട് അല്ലെങ്കിൽ ഇത്ര ലിറ്റർ അല്ലെങ്കിൽ ഇത്ര ലെവല് നമ്മുടെ ലിക്വിഡ് ഉണ്ട് നമുക്ക് കറക്റ്റായിട്ട് കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ മോണിറ്റർ ദ എൻറ്റയർ സിസ്റ്റം, give the exact volume of substance present in the vessel. So continuous level നമുക്ക് എന്ത് കിട്ടും, എക്സാക്ട്ലി നമ്മുടെ എത്രയാണ് നമ്മുടെ വെസലിൽ എത്ര സബ്സ്റ്റൻറ്റ്, അതായത് എത്ര ലിക്വിഡ് ഉണ്ട് എന്നുള്ളതിന്റെ വോളിയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടിന്യൂസ് ലെവൽ ട്രാൻസ്ഫർ വെച്ചിട്ട് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, കാരണം നമുക്ക് അതിന്റെ കറക്റ്റ് ഹൈറ്റല്ലേ മെഷർമെന്റ് കിട്ടുന്നതുകൊണ്ടാണ് അതിന്റെ വോളിയം നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ ഒരുപാട് ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് ലെവൽ ട്രാൻസ്ഡ്യൂസർ ഉണ്ട്. ഡിഫറെൻറ്റ് ടൈപ്സ് ആർ ദർ. സോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കണ്ടിന്യൂസ് ലെവൽ ട്രാൻസ്ഡ്യൂസർ ആർ അൾട്രാ വോയിസ് ലെവൽ, ഫ്ലോട്ട് എലമെന്റ് ടൈപ്പ് ലെവൽ, കപ്പാസിറ്റർ ലെവൽ, പ്രഷർ ടൈപ്പ് ലെവൽ, ഇൻഡക്റ്റീവ് ലെവൽ ആൻഡ് റെസിസ്റ്റീവ് ലെവൽ. ഇപ്പോൾ ഇതിൽ ഒരുപാട് ഇനിയും ഉണ്ട്, അതിലും കൂടുതലുണ്ട്. നമ്മൾ കുറച്ചെണ്ണം മാത്രമേ ഇവിടെ ഫോക്കസ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, കുറച്ച് ടൈപ്പ് ഓഫ് കണ്ടിന്യൂസ് ലെവൽ ട്രാൻസ്ഡ്യൂസർ ആദ്യം പറയും. ഓക്കെ, ഏതൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രമേ പറയുന്നുള്ളൂ. സോ അതിൽ ഒന്നാമത്തെ കണ്ടിന്യൂസ് ലെവലാണ്, ഒന്നാമത്തതാണ് ഫ്ലോട്ട് എലമെന്റ് ടൈപ്പ് ലെവൽ ട്രാൻസ്ഡ്യൂസർ. ഇവിടെ ഒരു വേർഡ് നിങ്ങൾക്ക് കാണാം, ഫ്ലോട്ട് എലമെന്റ് അല്ലേ. അവിടെ ഒരു എലമെന്റ് ഫ്ലോട്ട് ചെയ്ത് കിടക്കുന്നുണ്ടാവും ആ ലിക്വിഡിന്റെ മുകളിൽ. അതിന്റെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ലെവല് കാണുന്നത്. ഫിഗർ കണ്ടാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ ക്ലിയർ ആവും അത്. സോ എ ഫ്ലോട്ട് എലമെന്റ് ടൈപ്പ് ലിക്വിഡ് ലെവൽ ട്രാൻസ്ഡ്യൂസർ ഈസ് ദ മോസ്റ്റ് കോമൺ സിമ്പിൾ മെത്തേഡ് ഓഫ് മെഷർ ലിക്വിഡ് ലെവൽ. നമുക്ക് ലിക്വിഡ് ലെവൽ സിമ്പിൾ ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ് ഫ്ലോട്ട് എലമെന്റ് ടൈപ്പ് ലെവൽ മെഷർമെന്റ് എന്ന് പറയുന്നത്. സോ ഇത് നോക്കുക, നിങ്ങൾ ഈ ഫിഗർ കണ്ടാൽ തന്നെ ഇതിന്റെ വർക്കിംഗ് ഏകദേശം കിട്ടും. ഇതാണ് നമ്മുടെ വെസൽ, ഈ റെക്ടാങ്കിൾ കാണുന്നതാണ് നമ്മുടെ വെസൽ. ഈ ബ്ലൂ കളറിലുള്ളതാണ് നമ്മുടെ ലിക്വിഡ്, അതായത് ഇതിൽ എത്ര ഉണ്ടെന്ന് കാണേണ്ട ലിക്വിഡിന്റെ അളവാണ് നമ്മൾ കാണേണ്ടത്. സോ ഇവിടെ ഈ വെസലിൽ നമ്മൾക്ക് എത്ര ലിക്വിഡ് ഉണ്ട് അറിയാൻ വേണ്ടിയുള്ള സജ്ജീകരണമാണ് ഈ ഒരു കാണുന്ന ഈ ഒരു ചെറിയ റോപ്പിന്റെ മുകളിൽ കെട്ടി വെച്ചിട്ടുള്ള ഒരു ഫ്ലോട്ട്, ഒരു ചെറിയ ബോൾ പോലെ ഒരു സാധനം ഫ്ലോട്ട് കാണാം നിങ്ങൾക്ക്. റോപ്പിന്റെ മുകളിൽ ഒരു പുള്ളി വെച്ചിട്ട് നേരെ ഇവിടെ ഒരു വേറെ പുള്ളി കണക്ട് ചെയ്ത് അവിടെ ഒരു വെയിറ്റിൽ നമ്മൾ ഇതിന്റെ മറ്റേ എൻഡ്, റോപ്പിന്റെ മറ്റേ എൻഡ് കണക്ട് ചെയ്തു. സോ ഈ ഒരു റൊട്ടേറ്റിംഗ് ഭാഗത്ത് ഒരു വൈപ്പർ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ വൈപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും. ആൻഡ് ഇവിടെ വേറെ കണക്ഷൻ കാണാം നിങ്ങൾക്ക്, ഒരു ഇലക്ട്രിക് കണക്ഷൻ ഉണ്ട് ഇവിടെ, ഒരു റെസിസ്റ്ററും ഇവിടെ കാണാം നിങ്ങൾക്ക്. ഓക്കെ, സോ ഇതാണ് ഇതിന്റെ ബേസിക് സജ്ജീകരണം. ഇതിന്റെ വർക്കിംഗ് ഒന്ന് ആലോചിച്ചൊക്കെ തന്നെ കിട്ടും അല്ലെ. ഇവിടെ ഈ ഫ്ലൂയിഡിന്റെ അല്ലെങ്കിൽ ലിക്വിഡിന്റെ അളവ് കൂടുമ്പോൾ, അതായത് ഈ ബ്ലൂ കളർ മുകളിലേക്ക് വരുമ്പോൾ ഈ ബോളും അതിന്റെ കൂടെ എന്ത് ചെയ്യും, ഫ്ലോട്ട് ചെയ്യുന്ന ബോളാണത്. അത് ലിക്വിഡിന്റെ ലെവൽ കൂടാണ്, അതിനനുസരിച്ച് മുകളിലേക്ക് വരും. ലിക്വിഡിന്റെ ലെവൽ കുറയാണെങ്കിൽ അത് താഴേക്ക് വരും. ഓക്കെ, സോ ഇത് മുകളിലേക്കും താഴേക്കും പോകാൻ തന്നാൽ, അതായത് ഈ ഫ്ലോട്ട് മുകളിലേക്കും താഴേക്കും പോകാന്ന് പറഞ്ഞാൽ ഇവിടെ ഈ വെയിറ്റിനനുസരിച്ചില്ല, വെയിറ്റ് എന്ത് ചെയ്യും, താഴേക്കും മുകളിലേക്കും വരും. സോ ഇത് മുകളിലേക്ക് പോകുമ്പോൾ വെയിറ്റ് താഴേക്ക് വരും, ഇത് താഴേക്ക് പോകുമ്പോൾ വെയിറ്റ് മുകളിലേക്ക് വരും. സോ ഇത് മൂവ് ചെയ്യുമ്പോൾ, ഈ റോപ്പ് ഇങ്ങനെ ഇതിലൂടെ മൂവ് ചെയ്യുമ്പോൾ ഇവിടെ വൈപ്പറിന് എന്തുണ്ടാവും, ഒരു മൂവ്മെന്റ്, അത് അങ്ങോട്ടും ഇങ്ങോട്ടും വൈപ്പർ എന്ത് ചെയ്യും, മൂവ് ചെയ്യാൻ തുടങ്ങും. സോ ഈ വൈപ്പർ നമ്മൾ ഇവിടെ ഒരു റെസിസ്റ്ററിലേക്കാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഇവിടെ ഇത് വൈപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നതുകൊണ്ട് ഈ ഒരു ഇലക്ട്രിക്കൽ കണക്ഷനിൽ, ഈ ഏറ്റവും ടോപ്പ് റൈറ്റിൽ കാണുന്ന ഈ ഇലക്ട്രിക്കൽ കണക്ഷനിൽ ഒരു റെസിസ്റ്റൻസ് വേരിയേഷൻ വരുന്നുണ്ട്. കാരണം ഈ വൈപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്നുണ്ട്. എന്തിനനുസരിച്ച്, ഈ വാട്ടർ ലെവൽ മാറുന്നതിനനുസരിച്ച് ഈ വൈപ്പർ മൂവ് ചെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇത് ഒരു റെസിസ്റ്ററിലേക്കാണ് നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ റെസിസ്റ്റൻസിൽ എന്തുണ്ടാവും, ഈ ഇലക്ട്രിക്കൽ കണക്ഷൻ്റെ റെസിസ്റ്റൻസിൽ ഒരു വ്യത്യാസം ഉണ്ടാവും. ഇവിടെ ഒരു വോൾട്ടിമീറ്റർ കാണാം നിങ്ങൾക്ക്. സോ ഈ റെസിസ്റ്റൻസിലുള്ള വ്യത്യാസം നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ എത്രയാണ് വാട്ടർ ലെവൽ നമുക്ക് കാണാൻ പറ്റും. അതാണ് ഇതിന്റെ ബേസിക് ഐഡിയ. ഓക്കെ,
So as the liquid level rises in the tank, the float rises. നേരത്തെ പറഞ്ഞു ഇതിന് ലിക്വിഡ് ലെവൽ കൂടുമ്പോൾ ഫ്ലോട്ട് കൂടും, ആൻഡ് ഓപ്പോസിറ്റ് ലിക്വിഡ് ലെവൽ കുറയുമ്പോൾ ഫ്ലോട്ടിന്റെ ഹൈറ്റ് ഇത് ഫ്ലോട്ട് താഴേക്കും വരും. It costs to move the wiper over the potential divider. So ഈ മൂവ്മെന്റ്, ഈ ലിക്വിഡ് മൂവ് ചെയ്യുമ്പോൾ ഫ്ലോട്ട് മൂവ് ചെയ്യാന്ന് പറഞ്ഞു. ഈ ഫ്ലോട്ട് മൂവ് ചെയ്യുന്നത് എന്തിന് ഒരു റീസൺ ആവുന്നുണ്ട്? ഈ വൈപ്പറിന്റെ ഒരു മൂവ്മെന്റിന് റീസൺ ആവും അല്ലേ? സോ ഈ വൈപ്പർ നമ്മൾ എവിടേക്ക് കണക്ട് ചെയ്തിട്ടെന്ന് പറഞ്ഞത് ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ. പൊട്ടൻഷ്യൽ ഡിവൈഡർ എന്നാൽ ഒരു റെസിസ്റ്റൻസ് വെച്ചിട്ടുള്ള സർക്യൂട്ടിനെയാണ് നമ്മൾ ബേസിക്കലി ഏറ്റവും ബ്രോഡായിട്ട് പറയുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക സർക്യൂട്ട്, അങ്ങനെ വേണേൽ നമുക്ക് പറയാം ഒരു പൊട്ടൻഷ്യൽ ഡിവൈഡർ എന്ന് പറഞ്ഞത്. സോ അതിലേക്കാണ് നമ്മുടെ ഈ വൈപ്പർ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. സോ ഇതും വൈപ്പർ മൂവ് ചെയ്യും. സോ ഇത് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ലിക്വിഡ് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് ഫ്ലോട്ട് മൂവ് ചെയ്യും. സോ ഫ്ലോട്ട് മൂവ്മെന്റിനനുസരിച്ച് ഈ വൈപ്പർ മൂവ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. So the output terminals of the potential divider are connected to a voltmeter. So ഇവിടെ ഒരു വോൾട്ട്മീറ്റർ വെച്ചിട്ട് ഈ ഒരു സർക്യൂട്ടിൽ നമുക്കൊരു ഔട്ട്പുട്ട്, അതായത് എത്ര വോൾട്ടേജ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, the output voltage increases as the float rises. So ഈ ഒരു മൂവ്മെന്റ്, അതായത് ഇവിടെ ഫ്ലോട്ട് മുകളിലേക്ക് പോകുമ്പം ഇവിടെ കറണ്ട് കൂടും, റെസിസ്റ്റൻസ് കുറയുന്നതുകൊണ്ട് കറണ്ട് കുറയും. സോ റെസിസ്റ്റൻസ് കുറയുന്നതുകൊണ്ട് വോൾട്ടേജ് കൂടും. അതുപോലെ നേരെ തിരിച്ച്, അതായത് ഇവിടെ ഇത് താഴേക്ക് പോവുകയാണെങ്കിൽ റെസിസ്റ്റൻസ് അവിടെ കൂടും, കാരണം വൈപ്പ് മേലോട്ട് പോകുമ്പോൾ അവിടെ റെസിസ്റ്റൻസ് കൂടുന്നതുകൊണ്ട് അവിടെ കറണ്ട് അല്ലെങ്കിൽ വോൾട്ടേജ് കുറയുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ, അതായത് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു വൈപ്പിന്റെ മൂവ്മെന്റ് മാറുമ്പം ഇവിടെ ഈ പൊട്ടൻഷ്യൽ ഡിവൈഡറിൽ വരുന്ന വ്യത്യാസത്തിനനുസരിച്ച് അവിടെ വോൾട്ട് മീറ്ററിൽ നമുക്കൊന്ന് കിട്ടും, ഒരു വോൾട്ടേജ് വേരിയേഷൻ കിട്ടും. സോ ഈ വൈപ്പിന്റെ മൂവ്മെന്റ് എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ ലിക്വിഡിന്റെ ലെവലിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് ഇവിടെ കിട്ടുന്ന വോൾട്ട്മീറ്ററിൽ കിട്ടുന്ന വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഈ ലിക്വിഡ് ലെവലിന് പ്രൊപ്പോർഷണൽ ആണ്. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഇതിന്റെ ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ. സോ ദാറ്റ് ഈസ് ദ വോൾട്ടേജ് വിൽ ബി പ്രൊപ്പോർഷണൽ ടു ദി ലിക്വിഡ് ലെവൽ. ഓക്കെ, സോ ഇത് ലിക്വിഡ് കൂടുമ്പോൾ വോൾട്ടേജ് കൂടും, ലിക്വിഡ് കുറയുമ്പോൾ വോൾട്ടേജ് കുറയും. അതാണ് ആ പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ആ റിലേഷൻ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് ടൈപ്പ് കണ്ടിന്യൂസ് ലെവൽ ട്രാൻസ്ഡ്യൂസർ. ഓക്കെ, സോ ഇതിന്റെ അഡ്വാൻറ്റേജ് നോക്കാം നമുക്ക്. It is simple to construct, easy to operate, and work at large temperature range. And disadvantages: not suitable in moderate pressure. Design of float should be selected properly. So pressure moderate ആവുന്ന കേസിൽ ഇത് നമുക്ക് suitable ആയിട്ട് വർക്ക് ചെയ്യില്ല, കാരണം ഫ്ലോട്ടിംഗ് എലമെന്റ് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യില്ല. അതേപോലെ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫ്ലോട്ട് കറക്റ്റായിട്ട് ചൂസ് ചെയ്തിട്ടില്ല, നമുക്ക് എന്ത് കിട്ടില്ല? ഈ കറക്റ്റ് വാട്ടർ ലെവലും കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് ലെവൽ ട്രാൻസ്ഡ്യൂസർ നോക്കാം, അൾട്രാസോണിക് ലെവൽ ട്രാൻസ്ഡ്യൂസർ. സോ അൾട്രാസോണിക് സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സോ ആ ഒരു അൾട്രാസോണിക് സൗണ്ട് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അൾട്രാസോണിക് വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് ട്രാൻസ്ഡ്യൂസർ ആണ് ലെവൽ ട്രാൻസ്ഡ്യൂസർ. നോക്കാം നമുക്ക്. The ultrasonic level transducer work by the time of flight principle. സോ ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇത്ര ദൂരം സഞ്ചരിക്കാൻ എത്ര ടൈം എടുത്തു, അതാണ് മീൻ ചെയ്യുന്നത്. ഒരു എക്സ് അല്ലെങ്കിൽ ഡി ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ എടുത്ത ടൈം, അതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് മീൻ ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ, അതായത് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം എന്നുള്ള ഒരു ബേസിക് ഐഡിയ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ലെവൽ ട്രാൻസ്ഡ്യൂസർ ആണ് എന്ത്? അൾട്രാസോണിക് ലെവൽ ട്രാൻസ്ഡ്യൂസർ. നോക്കാം നമുക്ക്. It is a method used for measuring the distance between a sensor and an object. So ഇവിടെ നമ്മൾ എന്താ കാണുന്നത്? ഒരു സെൻസർ ഉണ്ടാവും ഇതിനകത്ത്, ആൻഡ് ഒബ്ജക്റ്റ് മീൻസ് നമ്മുടെ വാട്ടർ ലെവലാണ് അല്ലെങ്കിൽ ലിക്വിഡ് ലെവലാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണാൻ നമ്മൾക്ക് ഒരു ഇക്വേഷൻ ഉണ്ട് ഇവിടെ, എല്ലാവർക്കും അറിയുന്ന ഒരു ഇക്വേഷൻ ആണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? നമുക്കറിയാം സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. ഈ ഇക്വേഷൻ നമുക്ക് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ ഈസിയായി കിട്ടും. ഡിസ്റ്റൻസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈം. സോ ഈ ഒരു ഇക്വേഷൻ നോക്കാം നിങ്ങൾക്ക്. സോ നമ്മൾ ഉപയോഗിക്കുന്ന അൾട്രാസോണിക്, നമുക്ക് അതിന്റെ സ്പീഡ് അറിയാം അല്ലേ? ഓൾറെഡി അറിയാവുന്നതാണ്. സ്പെക്ട്രത്തിന്റെ സ്പെക്ട്രം വെച്ചാൽ നമുക്ക് അൾട്രാസോണിക്കിന്റെ സ്പീഡ് അറിയാൻ പറ്റും. ആൻഡ് ടൈം എന്ന് പറയുന്നത് നമ്മൾ ഒരു എമിറ്ററിൽ നിന്ന് അത് ട്രാൻസ്മിറ്റ് ചെയ്തിട്ട് റിസീവറിൽ എത്തുന്ന വരെയുള്ള സമയം അല്ലേ? അതായത് ഒരു എമിറ്ററിൽ നിന്ന് അത് ട്രാൻസ്മിറ്റ് ചെയ്യും, ഫിഗറിൽ കാണിക്കുന്നുണ്ടാണ്. എമിറ്ററിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യും, അത് ലിക്വിഡിന്റെ സർഫേസിൽ തട്ടിയിട്ട് തിരിച്ച് റിഫ്ലക്ട് ചെയ്തിട്ട് അത് റിസീവറിലേക്ക് എത്തും. അത്രയും സമയം, എത്ര സമയമാണ് എടുത്തതെന്നുള്ളതാണ് ടി മീൻ ചെയ്യുന്നത്. സോ എസും ടിയും അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിന്റെ വാല്യൂ കാണാൻ പറ്റും. അവിടെ ടി വേരിയന്റ് ആണ് അല്ലെങ്കിൽ വേരിയബിൾ ആണ്, വാരി ചെയ്യും. എന്തിനനുസരിച്ചിട്ട്? ഈ ലിക്വിഡ് ലെവൽ മാറുന്നതിനനുസരിച്ച് ഇത് തട്ടി റിഫ്ലക്ട് ചെയ്തുള്ള
സമയം മാറും, കാരണം ദൂരം മാറുന്നുണ്ട്. സോ ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടും? D is equal to S into T എന്നുള്ള ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അവിടെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ അതിൻ്റെ ലിക്വിഡിൻ്റെ ലെവൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ഇതിൻ്റെ ബേസിക് ഒരു ഐഡിയ, വർക്കിംഗ് ഐഡിയ. ഫിഗർ നോക്കാൻ നിങ്ങൾ ഒന്നുകൂടെ ക്ലിയർ ആവും. സോ ഒരു ക്ലോസ്ഡ് വെസലിൻ്റെ അകത്ത് ലിക്വിഡ് ഉണ്ടാവും. ഈ ബ്ലൂ കളറിലാണ് ലിക്വിഡ്. ഇവിടെ നമുക്കൊരു അൾട്രാസോണിക് ട്രാൻസ്മിറ്റർ റിസീവർ ഉണ്ട്. അതായത് ഒരു അൾട്രാസോണിക് ട്രാൻസ്മിറ്റർ ഉണ്ട്. അതെന്ത് ചെയ്യും? അൾട്രാസോണിക് ട്രാൻസ്മിറ്റ് ചെയ്യും. അൾട്രാസോണിക് സൗണ്ട് ബീം പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ. സോ ഈ അൾട്രാസോണിക് സൗണ്ട് ബീം എന്ത് ചെയ്യും? ഈ ലിക്വിഡിന്റെ സർഫസ് തട്ടിയിട്ട് എന്ത് ചെയ്യും? റിഫ്ലക്ട് ചെയ്യും. അത് റിഫ്ലക്ട് ചെയ്തിട്ട് എവിടേക്ക് തന്നെ വരും? ഇവിടെയുള്ള റിസീവറിലേക്ക് തിരിച്ചു വരും. സോ ഇവിടുത്തെ സൗണ്ട് വന്നിട്ട് ഇവിടെ ഹിറ്റ് ചെയ്ത് തിരിച്ച് റിസീവറിലേക്ക് എത്തും, അല്ലേ? അപ്പം അതിനെടുത്ത സമയം, അതായത് ഇവിടുന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് ഇവിടെ സർഫസ് തട്ടി റിഫ്ലക്ട് ചെയ്ത് റിസീവറിലേക്ക് എത്താനുള്ള സമയം, അതാണ് T മീൻ ചെയ്യുന്നത്. ഓക്കെ. ദെൻ നമുക്ക് ഈ അൾട്രാസോണിക് സൗണ്ടിന്റെ വേവ് ലെങ്ത് അല്ലെങ്കിൽ സ്പീഡ് നമുക്ക് എന്താണ് ഓൾറെഡി അറിയുന്നതാണ്. സോ എസും ടിയും നമുക്ക് എന്ത് കിട്ടും? ഇവിടുന്ന് കിട്ടും, മെഷർ ചെയ്യാൻ കിട്ടും. എസ് നമുക്ക് ഓൾറെഡി അറിയാം, ടി നമുക്ക് ഇവിടുന്ന് മെഷർ ചെയ്യാൻ പറ്റും. ഈ ടൈം നമുക്ക് കിട്ടും. സോ ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ ടാങ്കിൽ എത്ര ഫ്ലൂയിഡ് ഉണ്ട് അല്ലെങ്കിൽ ലിക്വിഡ് ഉണ്ട് അറിയാനുള്ള അല്ലെങ്കിൽ ലിക്വിഡ് ഉണ്ട് എന്നുള്ള ഇക്വേഷൻ ആണ് D is equal to S into T. സോ ഈ ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാണുന്നത്. അതാണ് ഇവിടെയുള്ള ലെവൽ, അല്ലേ? ഈ വാട്ടർ ലെവൽ അല്ലെങ്കിൽ ലിക്വിഡ് ലെവൽ എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. സോ ഇത് കാണാൻ നമുക്ക് S into T എന്നുള്ള ഒരു ഫോർമുലയെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു, അല്ലേ? സോ ദ അൾട്രാസോണിക് ട്രാൻസ്മിറ്റർ emit an ultrasonic pulse beam toward the liquid. സോ ഇത് ഒരു പൾസ് ബീം പ്രൊഡ്യൂസ് ചെയ്യും. This pulse is reflected back to the ultrasonic receiver by liquid surface. So liquid surface തട്ടിയിട്ട് അതെന്ത് ചെയ്യും? തിരിച്ച് അൾട്രാസോണിക് റിസീവറിലേക്ക് തന്നെ തിരിച്ചെത്തും. സോ ദ ടൈം ഡിഫറൻസ് ബിറ്റ്വീൻ ദ ട്രാൻസ്മിഷൻ ആൻഡ് റിസപ്ഷൻ ഈസ് മെഷേർഡ് ആൻഡ് ഈസ് കാലിബ്രേറ്റഡ് ടു ഡിസ്റ്റൻസ്. സോ ഇത് ഇവിടുന്ന് സൗണ്ട് അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് തിരിച്ചെത്തുന്ന വരെയുള്ള സമയം നമ്മൾ നോക്കി വെക്കും. അത് വെച്ചിട്ട് D is equal to S into T എന്നുള്ള ഒരു ഫോർമുല, ബേസിക് ആയിട്ടുള്ള ഈ ഒരു ഫോർമുല നമുക്ക് എന്ത് കിട്ടും? ആ ഡിസ്റ്റൻസ്, അതായത് ഇതിൽ ഈ ക്ലോസ്ഡ് ടാങ്കിൽ എത്ര എമൗണ്ട് അല്ലെങ്കിൽ എത്ര ലെവൽ ലിക്വിഡ് ഉണ്ട് നമുക്ക് കറക്റ്റായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. അതാണ് ഈ ഡിസ്റ്റൻസ് കൊണ്ട് മീൻ ചെയ്യുന്നത്. Okay, so it can be used for both continuous and discrete level measurements. Okay, so next നമുക്ക് ഇനി ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. So it is reliable. There are no moving parts. ഇതിന്റെ അകത്ത് നമുക്ക് എന്തില്ല, മൂവിങ് പാർട്സ് ഒന്നും. നേരത്തെ ഫ്ലോട്ടും ആ പുള്ളി അല്ലെങ്കിൽ ആ വെയിറ്റ് ഒക്കെ മൂവിങ് പാർട്സ് ഉണ്ടെന്ന്, ഇവിടെ മൂവിങ് പാർട്സുകളൊന്നുമില്ല. ദാറ്റ് ഇസ് ആൻ അഡ്വാൻറ്റേജ്. It can be used in high humidity. നല്ല ഹ്യൂമിഡിറ്റി ഉള്ള സമയത്ത് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. So materials density or conductivity is not affected. So material density അല്ലെങ്കിൽ conductivity ഒക്കെ ഇതിനെ affect ചെയ്യുന്നില്ല. And disadvantage, dust particle may create distortion. So ഒരുപാട് ഡസ്റ്റ് ഒക്കെ ഉള്ള ടാങ്ക് ആണെങ്കിൽ it create a distortion. Vibration or high noise will affect result. So vibration അല്ലെങ്കിൽ നോയ്സ് അതിൻ്റെ അകത്ത് ഭയങ്കരമായിട്ട് പൊടി വരുന്ന ലിസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് റിസൾട്ടിനെ അഫക്റ്റ് ചെയ്യും. കാരണം അതിൻ്റെ ടൈമിൽ വ്യത്യാസം വരും, റിഫ്ലക്ട് ചെയ്ത് വരാനുള്ള സമയത്ത് വ്യത്യാസം വരുന്നുണ്ട്. നമുക്ക് വാല്യുവേഷനിൽ അല്ലെങ്കിൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫക്റ്റ് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. സോ ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ലെവൽ ട്രാൻസ്ഡ്യൂസർ ആണ് മാനോമീറ്റർ ടൈപ്പ് ലെവൽ ട്രാൻസ്ഡ്യൂസർ. സോ മാനോമീറ്റർ എന്താണെന്നുള്ളത് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അല്ലേ? 2 ട്യൂബിനകത്ത് നമ്മൾ ആ ലിക്വിഡിൻ്റെ പ്രഷറൊക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് പ്രഷർ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണ്. സോ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് പ്രഷർ ടൈപ്പ് ഓഫ് കാൽക്കുലേറ്റർ, അല്ലെങ്കിൽ പ്രഷർ ട്രാൻസ്ഫർ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ പറയാൻ പറ്റും. സോ ഇതിന് എക്സ്പ്ലനേഷൻ ഒന്നും കൊടുക്കുന്നില്ല. ജസ്റ്റ് ഈ ഒരു ഫിഗർ ഇനഫ് ആണ്, കാരണം തൊട്ട് മുമ്പ് നമ്മൾ മാനോമീറ്റർ പറഞ്ഞുകൊണ്ട് ദിസ് ഫിഗർ ഈസ് ഇനഫ്. അല്ല, ഇവിടെ നോക്കാം നിങ്ങൾക്ക്. സോ ഈ ഒരു സെറ്റപ്പിനാണ് നമ്മൾ മാനോമീറ്റർ എന്ന് പൊതുവെ പറയാം. സോ ഇവിടെ ഒരു ചെറിയൊരു വെസലിലെ ചെറിയൊരു പൈപ്പിനകത്ത് നമ്മൾ മെർക്കുറി നിറച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് വലിയ ടാങ്കിൽ, ഇതാണ് നമുക്ക് അളവ് അറിയേണ്ട ടാങ്ക്, അതിൽ നമ്മൾ ലിക്വിഡ് ഉണ്ടാവും. സോ ഇവിടെ ലിക്വിഡിന്റെ ക്വാണ്ടിറ്റി കൂടുന്നതിനനുസരിച്ച്, ലെവൽ കൂടുന്നതിനനുസരിച്ച് ഇവിടെയുള്ള ആ വെയിറ്റോടുള്ള പ്രഷറിലെ കൂടും. അപ്പോൾ ഇവിടെ ഈ മെർക്കുറി എന്ത് ചെയ്യും, മുകളിലേക്ക് വരും. ആൻഡ് ലിക്വിഡിന്റെ ലെവൽ കുറയുമ്പം ഇതുണ്ടാക്കുന്ന പ്രഷർ കുറയുന്നതുകൊണ്ട് ഈ മെർക്കുറിയുടെ അളവ് കുറഞ്ഞു വരും, അല്ലേ? സോ ലിക്വിഡ് കൂടുമ്പം ഇത് ഇങ്ങോട്ടേക്ക് പുഷിങ് കൂടും. സോ മെർക്കുറി മുകളിലേക്ക് വരും. ലിക്വിഡ് കുറയുമ്പം ഇതുണ്ടാക്കുന്ന പ്രഷർ കുറയും. സോ മെർക്കുറി ലെവൽ താഴേക്ക് പോകും. സോ ഈ മെർക്കുറി ലെവലിലുള്ള വ്യത്യാസം നമ്മളിവിടെ സ്കെയിൽ വെച്ചിട്ട് അളക്കും. ആ സ്കെയിൽ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ടാങ്കിൽ എത്ര ലിക്വിഡ് ഉണ്ടെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കാണാൻ പറ്റും. ഇതാണ് ഇതിന്റെ ബേസിക് വർക്കിംഗ്. ഞാൻ ഇതിന് ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ ഒന്നും ഇവിടെ കൊടുക്കുന്നില്ല, ബട്ട് നിങ്ങളിത് എഴുതി വെക്കണം, നല്ല എക്സാമിന് അത് എഴുതാൻ പറ്റുള്ളൂ. ഓക്കെ, ഇപ്പം ഞാനത് ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എങ്ങനെയാണ് അതിന്റെ വർക്കിങ്ങും കാര്യങ്ങളും എന്നുള്ളത്. ഓക്കെ, ദെൻ ഫോർത്ത് ടൈപ്പ് ഓഫ് ലെവൽ ട്രാൻസ്ഡ്യൂസർ ആണ് കപ്പാസിറ്റീവ് ലെവൽ ട്രാൻസ്ഡ്യൂസർ.
Capacitive transducer can also be used to measure liquid level. So liquid level അളക്കാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ നമുക്ക് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റും. സോ മെഷർമെന്റ് ഓഫ് നോൺ കണ്ടക്റ്റീവ് മെറ്റീരിയൽസ്. സോ രണ്ട് ടൈപ്പ് ഉണ്ട്, ഇവിടെ കാണിക്കാൻ ഞാൻ ഈ ഫിഗർ നോക്കുക നിങ്ങൾ. സോ ഈ ഫിഗർ ഒരു ടാങ്കിന്റെ അകത്ത് നമ്മളിവിടെ ബ്ലൂ കളർ ലിക്വിഡ് വെച്ചു, ഇവിടെ രണ്ട് സിലിണ്ടറിക്കൽ ഇലക്ട്രോഡ് വെച്ചു. അതാണ് നമ്മളെ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ കപ്പാസിറ്റർ ടെർമിനൽസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ കപ്പാസിറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്ന രണ്ട് പ്ലേറ്റ് ആണ് ഈ കാണുന്ന ബ്ലാക്ക് കളർ ഉള്ളത്. ഓക്കെ, സോ അതിൻ്റെ അടുക്കുള്ള ഡിസ്റ്റൻസ് ഡി ആണ്. ഇതിൻ്റെ അടുക്കുള്ള മീഡിയം നോക്കുക നിങ്ങൾ. ഇവിടെ ഈ ഒരു എക്സാക്ട് ഫിഗറിൽ നമുക്കത് ഈ മീഡിയത്തിൽ വരുന്ന അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയം അല്ലേ, നിങ്ങൾക്കറിയാം C is equal to epsilon A divided by D എന്നുള്ള ഇക്വേഷൻ ഉണ്ട്, നമുക്കൊരു ഫോർമുല ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കപ്പാസിറ്റീവ് ട്രാൻസ്ഡ്യൂസർ അവിടെ കാണാൻ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ കപ്പാസിറ്റൻസ് വാരി ചെയ്യാൻ നമുക്ക് 3 കോമ്പണന്റ് ചേഞ്ച് ചെയ്യാം. ഒന്ന് എക്സിലോൺ. എക്സിലോൺ എന്ന് പറഞ്ഞാൽ ഡൈഇലക്ട്രിക് മീഡിയം അല്ലേ, ഈ മീഡിയത്തിന് ഡൈഇലക്ട്രിക് ആണ് എക്സിലോൺ എന്ന് പറയുന്നത്. എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പ്ലേറ്റ്, അത് ഈ രണ്ട് റോഡിന്റെ അല്ലെങ്കിൽ ഈ രണ്ട് പ്ലേറ്റിന്റെ ഏരിയ ആണ് എ എന്ന് പറയുന്നത്. ഡി എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസ്. സോ ഈ ഒരു കേസിൽ ഡി മാറുന്നില്ല, ഓക്കെ, എയും മാറുന്നില്ല, പ്ലേറ്റും മാറ്റുന്നില്ല. പിന്നെ ഇവിടെ എന്താ മാറുന്നത്, ഈ ഡൈഇലക്ട്രിക് മീഡിയം മാറുന്നുണ്ട്. നമ്മൾ ഓൾറെഡി കപ്പാസിറ്റൻസ് മാറാനുള്ള 3 കണ്ടീഷനൊക്കെ അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് അല്ലെങ്കിൽ എക്സിലോൺ എന്നുള്ളത് നമുക്ക് എന്ത് മാറുന്നുണ്ട്. എങ്ങനെയാണ് മാറുന്നത് നോക്കാം. ഇവിടെ സപ്പോസ് ഇവിടം വരെ ഇപ്പോൾ മൗസ് പോയിന്റർ കാണുന്ന ഇവിടം വരെ നിങ്ങൾ ലിക്വിഡ് അല്ലെങ്കിൽ നമ്മുടെ വെസല് ഈ പതറിനകത്ത് ലിക്വിഡ് ഉണ്ട് വിചാരിക്കും. ഇറ്റ്സ് നോൺ കണ്ടക്ടിങ് ആണ്. സോ നോൺ കണ്ടക്ടിങ് മാത്രമേ ഇത് അളക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ നോൺ കണ്ടക്ടിങ് ലിക്വിഡ് അളക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. സോ ദിസ് ലിക്വിഡ് ആർ നോൺ കണ്ടക്ടിങ് ആണ്. സോ ഈ ലിക്വിഡ് ലെവൽ ഇവിടെ വരെ ഉണ്ട് വിചാരിക്കാം. അതായത് ഈ രണ്ട് കപ്പാസിറ്റർ ഉണ്ടാക്കിയ രണ്ട് പ്ലേറ്റിന് ഫുള്ളായിട്ട് ലിക്വിഡ് ഉണ്ട്. സോ അവിടെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഒന്നേ ഉള്ളൂ, എക്സിലോൺ എന്ന് പറഞ്ഞിട്ട് ഈ ലിക്വിഡിന്റെ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എന്താണോ അതാണ് ഉണ്ടാവുള്ളൂ. പക്ഷേ ലെവൽ കുറഞ്ഞ് വരുമ്പോൾ നിങ്ങൾ നോക്കുക എന്താണ്, ഇവിടെ ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ഇപ്പോൾ മൗസ് പോയിന്റർ കാണുന്നത്, കാരണം അവിടെ ഒന്നുമില്ല, വാക്വം അല്ലെങ്കിൽ എയർ ആണ് അല്ലെ, അറ്റ്മോസ്ഫിയറിക് എയർ ആണ്, അവിടെ ഒരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ഉണ്ട്. അതേപോലെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ലിക്വിഡ് ഉള്ള ഭാഗത്ത് വേറൊരു ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്. സോ എക്സിലോൺ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വാരി ചെയ്യുന്നുണ്ട്. അതായത് ലെവൽ മാറുന്നതിനനുസരിച്ചിട്ട് എക്സിലോണിൽ ഒരു വ്യത്യാസം വരും. സോ ഈ ഒരു വ്യത്യാസം വെച്ചിട്ട് നമുക്ക് കപ്പാസിറ്റൻസിൽ വേരിയേഷൻ ഉണ്ടാകുന്നുണ്ട്. അത് നമുക്ക് മെഷർ ചെയ്തിട്ട് ഈ ഒരു ടാങ്കിൻ്റെ അകത്തുള്ള ലിക്വിഡിന്റെ ലെവൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇവിടെ കപ്പാസിറ്റൻസ് മാറുന്നത് ഈ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് എക്സിലോണിൽ വരുന്ന വേരിയേഷൻ വെച്ചിട്ടാണ്. സോ ആ എക്സിലോൺ വേരിയേഷൻ ഉണ്ടാകുന്നത് ഈ പ്ലേറ്റിന്റെ ഇടയ്ക്കുള്ള ലിക്വിഡിന്റെ ലെവൽ കുറയുകയും കൂടുകയും ചെയ്യുന്നതിനനുസരിച്ചാണ് എക്സിലോൺ മാറുന്നത്. സോ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് ഇതിൽ എത്ര ലെവൽ അല്ലെങ്കിൽ ആ ലിക്വിഡിന്റെ ലെവൽ നമുക്ക് ഇവിടെ പ്രോപ്പറായിട്ട് മെഷർ ചെയ്യാൻ പറ്റും. സോ the two concentric cylinder act as a electrode and the non-conducting liquid act as a dielectric medium. Okay, so ഇവിടെ ഈ സിലിണ്ടർ എന്തായിട്ട് ആക്ട് ചെയ്യും, ഇലക്ട്രോഡ്സ് ആയിട്ട് ആക്ട് ചെയ്യും, ആൻഡ് നോൺ കണ്ടക്ടിങ് മീഡിയം അതായത് ഈ ലിക്വിഡ് എന്തായിട്ട് ആക്ട് ചെയ്യും, ഡൈഇലക്ട്രിക് മീഡിയം ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് കപ്പാസിറ്റീവ് ലെവൽ ട്രാൻസിസ്റ്ററിൽ മെഷർമെന്റ് ഓഫ് നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ. നോൺ കണ്ടക്ടിങ് മെറ്റീരിയൽ ആണെങ്കിൽ നമുക്ക് ഈ രീതിയിൽ കപ്പാസിറ്റീവ് ട്രാൻസ്ഫർ ഉപയോഗിച്ചത് മെഷർ ചെയ്യാൻ പറ്റും. സോ ഇവിടെ കണ്ടീഷൻ ഉണ്ട്, ഈ ലിക്വിഡ് എന്തായിരിക്കണം, നോൺ കണ്ടക്ടിങ് ആയിരിക്കണം. ഓക്കെ, സോ ഇതിൽ രണ്ടാമത്തെ ടൈപ്പാണ് നോ കോണ്ടാക്ടിങ് മെഷർമെന്റ്. നമുക്ക് മെഷർമെന്റ്, അതായത് ചിലപ്പം ഈ ലിക്വിഡ് കണ്ടക്ടിങ് മെറ്റീരിയൽ ആവാം. അങ്ങനെ കണ്ടക്ടിങ് മെറ്റീരിയൽ ആണെങ്കിൽ അത് എന്ത് ചെയ്യും, കറണ്ട് അതിലൂടെ പാസ് ചെയ്യും. അപ്പോൾ നമുക്ക് കപ്പാസിറ്റൻസ് അവിടെ ഫോം ചെയ്യാൻ പറ്റില്ല. ഒരു ഭാഗത്ത് നെഗറ്റീവ് ഒരു ഭാഗത്ത് പോസിറ്റീവ് കൊടുത്തിട്ടാണ് കപ്പാസിറ്റൻസ് ഫോം ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം അത്. സോ ഇവിടെ നോൺ കോണ്ടാക്ടിങ് മെഷർമെന്റ് ആക്കാനുള്ള റീസൺ ഒരു കണ്ടക്ടിങ് മീഡിയ ആയിരിക്കും. സോ ഈ ലിക്വിഡ് കണ്ടക്ടിങ് ലിക്വിഡ് ആണെങ്കിൽ, സോ നേരത്തെ വെച്ച പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറേഞ്ച്മെന്റ് ഇവിടെ പറ്റില്ല. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫ്ലോട്ടിംഗ് മെറ്റീരിയൽ വെക്കും. സോ ഇത് ടാങ്കിന്റെ അകത്ത് നമ്മൾ കണ്ടക്റ്റീവ് ലിക്വിഡ് വെക്കും, എന്നിട്ട് ഒരു ഫ്ലോട്ടിംഗ് മെറ്റീരിയൽ വെക്കും. അതൊരു നോൺ കണ്ടക്റ്റീവ് മെറ്റലോ എന്തെങ്കിലും ആയിരിക്കും, ഫ്ലോട്ട് ചെയ്യുന്ന രീതിയിലുള്ള സാധനം മെറ്റീരിയൽ ആണ്, അത് നോൺ കണ്ടക്റ്റീവ് ആണ്. എന്നിട്ട് കുറച്ച് മുകളിൽ ഒരു പ്ലേറ്റ് വെക്കും നമ്മൾ, അതൊരു ഫിക്സഡ് പ്ലേറ്റ് ആയിരിക്കും. കുറച്ച് താഴെ നമ്മൾ വേറൊരു പ്ലേറ്റ് വെക്കും, അത് മൂവ് ചെയ്യുന്ന പ്ലേറ്റ് ആയിരിക്കും അല്ലേ. നോക്കുക നിങ്ങൾ, ഇത് ഫിക്സഡ് ആണെന്ന് വെക്കുക, മുകളിലെ പ്ലേറ്റ് ഫിക്സഡ്, ഇത് മൂവ് ചെയ്യും ഫിക്സഡ്. ഈ പ്ലേറ്റ് മൂവ് ചെയ്യും അക്കോർഡിംഗ് വിത്ത് ഈ ഫ്ലോട്ടിംഗ് മെറ്റീരിയൽ. ഈ ഫ്ലോട്ടിംഗ് മെറ്റീരിയലിന്റെ മൂവ്മെന്റ് അനുസരിച്ച് എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ ഫോം ചെയ്തതിന്റെ ഈ ലോവർ എൻഡിലുള്ള പ്ലേറ്റ് എന്ത് ചെയ്യും, മൂവ് ചെയ്യും. സോ ഇവിടെ വാട്ടർ ലെവൽ കുറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് കൂടും, വാട്ടർ ലെവൽ മുകളിലേക്ക് വരുമ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, കുറയും അല്ലേ. സോ ഡി ഇവിടെ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ തൊട്ട് മുമ്പ് പറഞ്ഞ നമ്മൾ ഇക്വേഷൻ C is equal to epsilon A divided by D എന്നുള്ളതിൽ D കൂടുകയും കുറയുകയും ചെയ്യുന്നുണ്ട്. ഡിയുടെ ഡിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുകയും കുറയുകയും ചെയ്യുന്നുണ്ട് ഡിപ്പെൻഡിങ് ഓൺ വാട്ടർ ലെവൽ. സോ അതിനനുസരിച്ച് പ്രൊപ്പോർഷനായിട്ട് നമുക്ക് എന്ത് കിട്ടും, ഇവിടെ ഒരു
കപ്പാസിറ്റൻസ് വേരിയേഷൻ കിട്ടും. ആ കപ്പാസിറ്റൻസ് വേരിയേഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ടാങ്കിൻ്റെ അകത്തുള്ള വാട്ടർ ലെവൽ നമുക്ക് കാണാൻ പറ്റും. സോ ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് കണ്ടക്റ്റീവ് ലിക്വിഡ് ആണെങ്കിൽ അവിടെ കോണ്ടാക്ട് ഉണ്ടാക്കാത്ത രീതിയിൽ നമ്മൾ കപ്പാസിറ്റൻസ് ഫോം ചെയ്തിട്ട് അതിനാണ് നമ്മൾ ഇവിടെ ഒരു ഫ്ലോട്ടൊക്കെ ഉപയോഗിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു പ്ലേറ്റ് ഫിക്സ് ചെയ്തത്. മറ്റേ പ്ലേറ്റ് ഇവിടെ ഫിക്സഡ് ആയിരിക്കും. ഓക്കെ, സോ വൺ പ്ലേറ്റ് ഈസ് കെപ്റ്റ് ഫിക്സ് ആസ് അതർ പ്ലേറ്റ് മൂവ് വിത്ത് ലിക്വിഡ് ലെവൽ. സോ ഈ ഒരു പ്ലേറ്റ് ഇവിടെ കാണിച്ച മുകളിലെ പ്ലേറ്റ് ഫിക്സ് ആണ്, രണ്ടാമത്തത് ലിക്വിഡ് ലെവൽ അനുസരിച്ച് എന്ത് ചെയ്യും, ഫ്ലോ ചെയ്യും. സോ ഇത് ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് ഈ ഡി എന്ന് മാറും. ഇതിൻ്റെ ഇടയ്ക്കുള്ള രണ്ട് പ്ലേറ്റിൻ്റെ ഇടയ്ക്കുള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ഡി എന്ന് പറയുന്നത്. സോ സി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ഡിവൈഡഡ് ബൈ ഡി എന്നുള്ള ഫോർമുല വെച്ചിട്ട് ഈ ഡി വാരി ചെയ്യുന്നുണ്ട്. സോ കപ്പാസിറ്റൻസ് വേരി ചെയ്യും. ആ വേരിയേഷൻ നമുക്ക് എന്ത് വെച്ച് കാലിബ്രേറ്റ് ചെയ്യാം, ഈ ലിക്വിഡ് ലെവലായിട്ട് കാലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും. ഓക്കെ, അതാണ് കപ്പാസിറ്റൻസിൽ രണ്ടാമത്തെ ടൈപ്പ്. സോ ഇത്രയാണ് കണ്ടിന്യൂസിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുണ്ടായിരുന്നത് കണ്ടിന്യൂസ് ലെവൽ ട്രാൻസ്ഡ്യൂസറിൽ. ഇതിനും കുറേ ഉണ്ട്, അത്രയും നമ്മൾ പോകുന്നില്ല. മെയിൻ ആയിട്ട് ഒരു 4-5 ടൈപ്പ് നമ്മൾ ഫോക്കസ് ചെയ്തു. ഇനി രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ അവിടെ പറഞ്ഞത് പോയിന്റ് ഓർ ഡിസ്ക്രീറ്റ് ലെവൽ ട്രാൻസ്ഡ്യൂസർ ആണ്. ഇതിനെ നമ്മൾ എക്സാമ്പിൾ ഒന്നും പറഞ്ഞില്ല, ഇത് എന്താണെന്ന് മാത്രം നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. സോ ഡിസ്ക്രീറ്റ് ലെവൽ ട്രാൻസ്ഡ്യൂസർ ആർ യൂസ്ഡ് ടു ഡിറ്റക്ട് സിംഗിൾ ഡിസ്ക്രീറ്റ് ലിക്വിഡ് ഹൈറ്റ്. ഇവിടെ നമ്മൾ എവിടെ എക്സാക്ട്ലി എത്രയാണോ ലിക്വിഡ് ലെവൽ അങ്ങനെയൊന്നും നമുക്ക് കിട്ടില്ല. ഒരു പെർട്ടിക്കുലർ പോയിന്റിന്റെ മുകളിലാണോ താഴെയാണോ ഇങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പോയിന്റ് ലെവൽ ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്ക്രീറ്റ് ലെവൽ ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഉപയോഗിക്കുന്നത്. So it is normally used for detecting overflow or below the liquid level condition. ഞാൻ പറഞ്ഞു ഒരു പെർട്ടിക്കുലർ ലെവലിൽ അധികമായി കഴിഞ്ഞാൽ ഓവർഫ്ലോ ഉണ്ടെന്ന് അറിയാം അങ്ങനെയെങ്കിൽ, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ലെവൽ അധികമായി കഴിഞ്ഞാൽ അതിവിടെ ഒരു എന്താ പറയുക ഇൻഡിക്കേഷൻ വരണം, ഒരു അണ്ടർഫ്ലോ എന്നുള്ള ഇൻഡിക്കേഷൻ വരണം. സോ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അത് എക്സാക്റ്റ് ആണോ നമുക്ക് വേണ്ട, ഏകദേശം മുകളിലാണോ താഴെയാണോ അങ്ങനത്തെ മെഷർമെന്റ് ഒക്കെ കിട്ടേണ്ട കേസിലാണ് നമ്മൾ ഈ പോയിന്റ് ലെവൽ ട്രാൻസ്ഡ്യൂസർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് അതിൻ്റെ ഒരു ഐഡിയ. ഇവിടെ നിങ്ങൾ നോക്കാം, ഒരു ടാങ്കിൻ്റെ അകത്ത് നമ്മൾ ലിക്വിഡ് വെച്ചിട്ടുണ്ട്, ഇവിടെ സെൻസർ എ, സെൻസർ ബി, സെൻസർ സി വെച്ചിട്ടുണ്ട്. ഇപ്പം ഈ ഒരു പോയിന്റ് ലെവൽ വെച്ചിട്ട് സെൻസർ ബിൻ്റെ മുകളിലുണ്ട് നമുക്ക് കിട്ടും അല്ലേ, കാരണം സെൻസർ ബി ഇവിടെ ഇതിൽ ലിക്വിഡിൽ മുങ്ങിക്കിടക്കുന്നുണ്ട്, അതിൻ്റെ മുകളിലേക്കാണ്. ഇതിൻ്റെ മുകളിലേക്ക് എത്ര പോയി അങ്ങനെ അളവുകളൊന്നും നമുക്കില്ല. സോ നമുക്ക് ലിക്വിഡ് ലെവലിലെ അളവ് ഇവിടെ എന്ത് കിട്ടും, സെൻസർ ബിൻ്റെ കാട്ടിൽ മുകളിലാണ് നമുക്ക് മനസ്സിലാവും. അത് മാത്രം, അല്ലാണ്ട് കറക്റ്റ് എക്സാക്ട്ലി എത്ര വോളിയം ഉണ്ടെന്ന് അല്ലെങ്കിൽ എത്രയാണ് ലെവലൊന്നും നമുക്ക് കിട്ടില്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പം എൻ്റെ അടുത്തുണ്ടെങ്കിൽ സെൻസർ എൻ്റെ അടുത്ത് വരും, അല്ലെങ്കിൽ ഫുള്ളാന്ന് കാണിക്കും. സെൻസർ ബി എന്നാൽ ഹാഫിനെക്കാട്ടിലും കൂടുതലുണ്ടല്ലേ, ഈ ഒരു ഫിഗർ വെച്ചിട്ട് ഏകദേശം പകുതിയിലാണ് സെൻസർ ബി വരുന്നത്. സോ പകുതിയിലും കൂടുതൽ നമുക്ക് എന്തുണ്ട്, ലിക്വിഡ് ഉണ്ട് മനസ്സിലാക്കും. ബിൻ്റെ താഴെ ആണെങ്കിൽ പകുതിയിലും കുറവാന്ന് പറയും. ആൻഡ് സിയിലും താഴെ ആണെങ്കിൽ മീൻസ് വെരി ലോ എന്നുള്ള ഒരു ഇൻഡിക്കേഷൻ സ്റ്റേറ്റിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. സോ ഇങ്ങനെ മെഷർമെന്റ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത്, ഈ പോയിന്റ് ലെവൽ ട്രാൻസ്ഡ്യൂസേഴ്സ്. ഓക്കെ, അപ്പം ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ നമുക്ക് എൻ്റയർലി ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ കുറച്ച് സ്പീഡായിട്ട് അല്ലെങ്കിൽ കുറച്ച് ഫോക്കസ് ചെയ്തിട്ട് വളരെ കുറഞ്ഞ പോയിന്റുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സോ ബാക്കി നിങ്ങൾ കുറച്ച് എവിടെയെങ്കിലുമൊക്കെ എക്സ്ട്രാ റീഡിങ് കൂടെ കിട്ടുമെന്ന് നോക്കാം. അത്യാവശ്യം നിങ്ങൾക്ക് എക്സാമിന് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അത്യാവശ്യം സ്കോർ ചെയ്യാനുള്ള എല്ലാ കണ്ടന്റ് ഇതിൽ തന്നെയുണ്ട്. ഓക്കെ, സോ ഇന്നത്തെ ടോപ്പിക്ക് നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ബാക്കി പിന്നെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.